ഇതുപോലെ അങ്ങ് ആക്കി എടുത്താണ്ടല്ലോ 2 മാസത്തിൽ കൂടുതൽ കേടുകൂടാതെ സൂക്ഷിക്കാട്ടോ. അപ്പൊ അതൊരു 200 ഗ്രാം ഇഞ്ചി ഒരേ കനത്തിലൊന്ന് അരിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണുണ്ട്. ഇനി അതൊരു പകുതിയോളം മൊരിഞ്ഞു വരുമ്പോൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും 1/4 കപ്പ് തേങ്ങാ ചിരവിയതും 2 പച്ചമുളകും ഇട്ട് നന്നായി തന്നെ വറുത്തെടുക്കണം. ഒട്ടും കരിയാതെ നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ആ എണ്ണയിൽ നിന്ന് അങ്ങ് എടുത്ത് കോരി മാറ്റിയിട്ട് ചൂടാറുമ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ പൊരിച്ച ആ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ 4-5 വറ്റൽമുളകും കറിവേപ്പിലയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഇത്ര ഇട്ടിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ആ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞ വെള്ളവും ഒരു കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ഇഞ്ചി ഉണ്ടല്ലോ അതും ഇതിലേക്കിട്ട് നന്നായെന്ന് തിളച്ച് കുറുകി വരുമ്പോൾ 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടി ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാൽ അടിപൊളി ഇഞ്ചിക്കറി റെഡി കേട്ടോ. ഇനി ഇത് ചൂടാറുമ്പോൾ നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നറിലൊക്കെ ആക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ കേടുകൂടാതെ ഇരുന്നോളും. അടിപൊളി.